നമസ്കാരം. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള സർവകലാശാല ഭേദഗതി ബിൽ നമ്മുടെ ഗവൺമെൻറ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഈ തീരുമാനത്തെ അനുകൂലിക്കുന്നുവോ പ്രതികൂലിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അനുകൂലിക്കുന്നു. ഇത് നമ്മൾ കാലങ്ങൾക്ക് മുമ്പേ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു, എത്തിച്ചേരേണ്ട ഒരു പോയിൻ്റായിരുന്നു. പക്ഷേ നമ്മുടെ തിരിച്ചറിവില്ലായ്മ കൊണ്ടോ എന്തൊക്കെയോ വികലമായ ചിന്താഗതികൾ കൊണ്ടോ പിന്നെ ഇപ്പോഴത്തെ പാർട്ടി ഇപ്പോൾ ഭരിക്കുന്ന പ്രസ്ഥാനത്തിന് തന്നെ അവരുടെയും അവരുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും എതിർപ്പ് കൊണ്ടും എല്ലാം ഇത് വളരെയധികം വർഷങ്ങൾ വൈകിട്ടാണ് വന്നത്. ഇപ്പോഴെങ്കിലും ഇടതുപക്ഷം തെറ്റുതിരുത്താൻ തയ്യാറായതിൽ ഇപ്പോഴെങ്കിലും ആ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് പുറമേ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഈ തിരിച്ചറിവ് കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് 10ലധികം വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. എങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നയങ്ങളിൽ മാറ്റം ഉണ്ടാവാം, അത് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ മാറ്റമാണോ എന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നയമാറ്റങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലിങ്ക് താഴെ ഷെയർ ചെയ്യാം. അതാണ് അഭിപ്രായത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള എനിക്ക് പറയാനുള്ളത്. ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് നല്ല കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് കുട്ടികൾ പുറത്തുപോയി പഠിക്കേണ്ട അവസരം വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ഒഴുക്കുണ്ടാവുന്നുണ്ട് പുറത്തേക്ക്. അതിന് പല കാരണങ്ങളുണ്ട്, ഒരേ ഒരു റീസൺ അല്ല. എങ്കിലും അതിലൊന്ന് ഇവിടെയുള്ള വേണ്ടത്ര സീറ്റുകളുടെ ലഭ്യതയില്ലായ്മയാണ്. വേണ്ടത്ര നിലവാരത്തിൽ വേണ്ടത്ര സീറ്റുകളുടെ വേണ്ട കോഴ്സുകളുടെ ലഭ്യതയില്ലായ്മയാണ്. ഇതിന് ഒരു പരിധിവരെ കുറേയെങ്കിലുമൊക്കെ പരിഹാരം കാണാൻ സ്വകാര്യ സർവകലാശാലകൾക്ക് കഴിയും. ഏതൊരു മേഖലയിലും പ്രൈവറ്റൈസേഷൻ ഞാൻ എതിരല്ല. പൊതുവെ ഗവൺമെൻറ്റിലുള്ള എല്ലാവരും സേവന തൽപരതയോടെ കാര്യങ്ങൾ ചെയ്യുന്നു, പ്രൈവറ്റിലെല്ലാം ചൂഷണം എന്നുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്താഗതി ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഞാനതിനോട് ഒട്ടും യോജിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിന് മൊത്തമായിട്ട് ഒരു മേഖലയിലും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. വെദർ ഇറ്റ് ബി എഡ്യൂക്കേഷൻ, വെദർ ഇറ്റ് ബി ഹെൽത്ത് സെക്ടർ, എനിവെയർ. സോ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പ്രൈവറ്റ് മേഖലയെ സമ്പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ടോ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടോ അവരെ പൂർണ്ണമായിട്ട് വില്ലന്മാരെ ചിത്രീകരിച്ചുകൊണ്ടോ നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല. ഇവിടെ പ്രൈവറ്റ് മേഖലകൾ വേണ്ടിടത്ത് അനുവദിക്കുകയും എന്നാൽ അതേസമയം തന്നെ അവർക്ക് വേണ്ടത്ര നോംസ് ആൻഡ് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതിലൊരു നീതിയുക്തത ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ ഏതൊരു സ്ഥലത്തെയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ യൂത്ത് ആണ് എഡ്യൂക്കേഷൻ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ ഡിസിഷനെ തീർച്ചയായിട്ടും ഞാൻ അനുകൂലിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ പറയട്ടെ. ഓക്കെ. രണ്ടാമത്, ഈ സ്വകാര്യ സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് പറ്റാറുള്ള ചില കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. ഒന്ന്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നോൺ പ്രോഫിറ്റബിൾ ആവണം എന്നുള്ളതാണ്. എനിക്കതിൻ്റെ ലോജിക്ക് പണ്ട് മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഞാൻ ചേതൻ ഭഗത് എഴുതിയ വാട്ട് യങ് ഇന്ത്യ വാണ്ട്സ് എന്നുള്ളൊരു പുസ്തകം മുമ്പ് വായിച്ചു തുറക്കുന്നു. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ദ ബൂട്ട് ലെഗിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഞാനിത് കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഷെയർ ചെയ്യാം. എങ്കിലും അതിലൊരു ടാഗ് ലൈൻ തന്നെ ദ നോ പ്രോഫിറ്റ് പോളിസി ഇൻ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഈസ് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവിടെ അദ്ദേഹം പറയുന്നു, വൺ ബിഗ് റീസൺ ഫോർ കറപ്ഷൻ ഈസ് ദ ഗവൺമെന്റ്സ് നോ പ്രോഫിറ്റ്സ് അലൗഡ് പോളിസി ഫോർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. എവറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ആസ് എ നോൺ പ്രോഫിറ്റ് ട്രസ്റ്റ്. ലാഭം ഉണ്ടാക്കാൻ പാടില്ലാത്തൊരു ട്രസ്റ്റായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ വിശദമായി പാടില്ല. എങ്കിലും അദ്ദേഹം പറയുന്നത് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന നിയമത്തെ അനുസരിച്ചുകൊണ്ട് ഒരു ലാഭവും കാണാതെ എത്ര പേര് ഇതിലേക്ക് ഇറങ്ങും? ലെറ്റ്സ് ബി റിയലിസ്റ്റിക്. നമുക്ക് ഒരിക്കലും നടക്കാത്ത ഐഡിയലിസം വിടാം. സോ ന്യായമായ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നത് ഒരു തെറ്റല്ല എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഗവൺമെൻറ് സെക്ടറിൽ കൊടുക്കുന്ന അതേ എമൗണ്ടിലോ അതേ ഫീസിലോ പ്രൈവറ്റ് സെക്ടറിൽ പറ്റില്ല, ഒരു മേഖലയിലും പറ്റില്ല. ലെറ്റ്സ് ബി റിയലിസ്റ്റിക്. സോ അത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിലും ഒരു ന്യായം വേണം. ന്യായമായ രീതിയിൽ ക്വാളിറ്റി സർവീസ് കൊടുത്തുകൊണ്ട് അതിലൊരു ഫെയർനെസ് എൻഷുർ ചെയ്തുകൊണ്ട് ന്യായമായ രീതിയിൽ അക്കൗണ്ടബിളായി ട്രാൻസ്പെറൻ്റായി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഹൈപ്പർ ഐഡിയലിസ്റ്റിക് അൺറിയലിസ്റ്റിക് കൺസെപ്റ്റ്സ് പണ്ടേ മാറ്റേണ്ടതാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഞാൻ ഷെയർ ചെയ്യാം. സോ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത് തെറ്റല്ല, പക്ഷെ അതിലും ഒരു നൈതികത ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് പ്രധാനം. ഇത് തന്നെയാണ് എല്ലാ മേഖലയിലെയും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ കുറിച്ചും പ്രോഫിറ്റുകളെ കുറിച്ചുമുള്ള എൻ്റെ സ്റ്റാൻഡ്. ഇനി നമുക്ക് ഏത് മേഖലയിലായാലും, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രൈവറ്റ് മേഖലയുടെ കാര്യം ചർച്ചയിൽ വരുന്നുണ്ട്, അവിടെയും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്പർ 1 ഈസ് മെറിറ്റോക്രസി. നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ലാത്തൊരു കാര്യം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും മെറിറ്റോക്രസി വേണം. അതായത് പ്രൈവറ്റിൽ ഫീസ് കൂടുതലായിരിക്കും, എക്സ്പെൻസ് കൂടുതലായിരിക്കും, പക്ഷെ അവിടെയും മെറിറ്റിന് പ്രധാനമുണ്ട്. മെറിറ്റ് ഇല്ലാത്ത ഒരാൾ പൈസയുടെ മാത്രം ബലത്തിൽ വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ മണി is one of the many criteria, but it cannot be the sole criteria, and it cannot be a criteria having much more weight than talent or merit എന്നുള്ളതാണ്. ടാലൻറ്റിനൊക്കെ കൂടുതൽ മെറിറ്റ് എന്നുള്ളതാണ്. പിന്നെ ഒബ്ജക്റ്റിവിറ്റി. എവിടെയും അഴിമതി, കറപ്ഷൻ, പവർ സെൻറ്റേഴ്സ് ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, ഹൗ ടു പ്രിവെൻറ്റ് അധികാര കേന്ദ്രങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒബ്ജക്റ്റിവിറ്റി.
നോംസ്, ഫീസിൻ്റെ കേസിലാണെങ്കിലും സെലക്ഷൻ്റെ കേസിലാണെങ്കിലും പരാതി പരിഹാര സെല്ലിൻ്റെ കേസിലാണെങ്കിലും എല്ലായിടത്തും കഴിയുന്നത്ര ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരണം. തീരുമാനമെടുക്കുന്ന വ്യക്തികൾക്കോ ബോർഡുകൾക്കോ അവരുടെ ഇഷ്ടം പോലെ വളച്ചൊടിക്കാവുന്ന രീതിയിലുള്ള സബ്ജക്റ്റീവായിട്ടുള്ള നിയമങ്ങളും അത്ര ലൂപ്പ് ഹോൾസ് ഉണ്ടാവരുത്. ദെൻ ട്രാൻസ്പെറൻസി, എവറിത്തിങ് മസ്റ്റ് ബി ട്രാൻസ്പെറൻറ്റ്. ഹിഡൻ സ്പോട്ട്സും ഓഡിറ്റിംഗ് ഇല്ലാത്ത പോർട്ട് ഹോൾസും ഒന്നും പാടില്ല. അക്കൗണ്ടബിലിറ്റി, ദാറ്റ്സ് ഓഡിറ്റിംഗ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ, അത് തീർച്ചയായിട്ടും വേണം എഡ്യൂക്കേഷൻ പോലൊരു സെക്ടറിൽ, എല്ലായിടത്തും വേണം. സോ ദേ മസ്റ്റ് ബി മെത്തേഡ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. അത് സർവകലാശാലയുടെ കേസിൽ എങ്ങനെ എൻഷുർ ചെയ്യണമെന്ന് പറയാനുള്ള എക്സ്പെർട്ട് അറിവ് എനിക്കില്ല. There must be internal and external evaluation, there must be auditing, there must be quality control, there must be transparency, accountability and objectivity. ഇത്തരത്തിലുള്ള 6 പോയിന്റ്സ് ജനറൽ ആയിട്ട് ലേ ഔട്ട് ചെയ്യുന്നു. ഓരോ മേഖലയിലും ഇത് എങ്ങനെ എൻഷുർ ചെയ്യാം എന്നുള്ളതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് അതത് മേഖലയിലെ എക്സ്പേർട്സിന് മാത്രമേ അതിൽ പറയാൻ കഴിയുള്ളൂ. അത് എൻ്റെ അറിവിൽപ്പെടുന്ന മേഖല ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾക്കെതിരായ സമരങ്ങളിൽ പങ്കെടുത്ത് ജീവൻ വരെ ത്യജിച്ച ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരോടൊക്കെ നമുക്ക് മറുപടി പറയാൻ കഴിയുക? സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാതെ തന്നെ ഞാൻ പറയട്ടെ. അണികൾ, സപ്പോർട്ടേഴ്സ് എന്ന് വിളിക്കുന്ന നമ്മൾ പലരുമുണ്ട്. അവരോടെല്ലാവരോടും നിങ്ങൾക്ക് ആശയത്തിന് വേണ്ടി നിലകൊള്ളാം. പക്ഷേ ഏതൊരു പോരാട്ടത്തിലും ഏതൊരു അറ്റംപ്റ്റിലും സ്വന്തം ജീവനും ജീവിതവും ത്യജിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക. പാർട്ടികളും വ്യക്തികളും നയങ്ങൾ മാറ്റാം, പക്ഷേ ജീവിതം നഷ്ടപ്പെട്ടവർക്കോ അവരുടെ കുടുംബത്തിനോ അതൊരിക്കലും തിരിച്ചു കിട്ടുന്നില്ല. സോ രാഷ്ട്രീയ അഭിപ്രായങ്ങളാവാം, ഏതൊരു കാര്യത്തിലും അഭിപ്രായങ്ങളാവാം, പക്ഷേ നമ്മുടെ സെൻസിനെ, നമ്മുടെ ജീവൻ്റെ വിലയെ മറന്നുകൊണ്ട് നമ്മൾ ഒന്നിലും ഇറങ്ങാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്വകാര്യ സർവകലാശാലയുടെ കേസിൽ എനിക്ക് പറയാനുള്ളത്. എത്രയും വേഗം, ഇനി അധികം നൂലാമാലകളില്ലാതെ പെട്ടെന്ന് തന്നെ ഇത് വരട്ടെ, നല്ല രീതിയിൽ ഫങ്ഷണൽ ആവട്ടെ, നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സീറ്റുകളും കൂടുതൽ സൗകര്യങ്ങളും ഫെയർ ആയിട്ട് കിട്ടട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും, വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെ. സോ മെറിറ്റുള്ള കഴിവുള്ള ഒരാൾക്ക് പൈസയുടെ കുറവ് കൊണ്ട് മാത്രം, സീറ്റിൻ്റെ കുറവ് കൊണ്ട് മാത്രം വിദ്യാഭ്യാസം ലഭിക്കാത്ത അവസ്ഥ വരരുത്. കൂടുതൽ പേര് പുറത്ത് പോകുന്നൊരു തെറ്റല്ല, പക്ഷേ ഈ റീസൺ കൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അതിനുള്ള ഒരു സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് മാത്രം പുറത്തു പോകേണ്ടി വരുന്നൊരവസ്ഥ നമ്മൾ മാറ്റണം. സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നവർ പോട്ടെ, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് വേറെ ഡീറ്റെയിൽസ് പറയാനുണ്ട്, പക്ഷേ ഞാൻ തൽക്കാലം ഇതിൽ ചുരുക്കുന്നു. അപ്പോൾ വളരെ വൈകിയാണെങ്കിലും ഈ നിയമം വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഓഫ് ക്യാമ്പസിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്, ഇന്നത്തെ പത്രത്തിലുണ്ട്. അതും നമ്മൾ ഇത് തുടങ്ങാനുള്ള കാര്യത്തിൽ നമ്മൾ ഒരുപാട് ലേറ്റായി. അറ്റ്ലീസ്റ്റ് ഇനി അതിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള അവസരങ്ങളെങ്കിലും കൊടുക്കണം. ഒരുപാട് കൂച്ചുവിലങ്ങൾ കൊണ്ട് അതിനെ തളച്ചിടാൻ ശ്രമിക്കരുത്. നൈതികത വേണം, അതെല്ലാം വേണം, പക്ഷേ എന്താ പറയുക, ഒട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ, ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് സെർവ് ഇറ്റ്സ് പേർപ്പസ് അല്ലേ. സോ നിയമങ്ങൾ വേണം, അപ്പോൾ ഫെയർ ആയിരിക്കണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ ഈസ് ഓഫ് കണ്ടക്ടിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയും ചുവപ്പ് നാടകൾ ഒരുപാട് ഉണ്ടാവരുത്, ഒരുപാട് പവർ സെൻറ്റേഴ്സ് ഉണ്ടാവരുത്, ഒരുപാട് സബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ടാവരുത്. അപ്പോൾ ഇത്തരത്തിൽ ജനറലായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ചേതൻ ഭഗത്തിൻ്റെ ആ ബുക്കിലെ കണ്ടന്റ് ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം. അപ്പോൾ പിന്നെ ഞാൻ മെറിറ്റോക്രസിയെക്കുറിച്ച് ചെയ്തതും ഓഡിറ്റിങ്ങിനെ കുറിച്ച് ചെയ്തതുമായ വീഡിയോയുടെ ഭാഗങ്ങൾ കമ്മ്യൂണിറ്റി സെക്ഷനിലും തീർച്ചയായിട്ടും ഇടാം. കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക. വരും തലമുറയെങ്കിലും വൈകിയെങ്കിലും വന്ന് ഈ തീരുമാനത്തിൻ്റെ ബെനിഫിറ്റ് അവർക്കെങ്കിലും കിട്ടട്ടെ. നമ്മുടെ കുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ കഴിയട്ടെ. നല്ല വിദ്യാഭ്യാസം എന്നുള്ള പ്രാഥമികമായ അവകാശം കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിനെ സ്വാഗതം ചെയ്യുന്നു. വെരി വെൽക്കം.